അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ടുള്ള നല്ലൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ തൊലി കളയാതെ തന്നെ കൊത്തി അരിഞ്ഞാണ് കേട്ടോ. അരിഞ്ഞിട്ടാണ് അച്ചാർ ഇടുന്നത്. അപ്പം അതിൽ നിന്നൊരു 2 എടുത്തിട്ട് ഞാൻ അങ്ങനെ അച്ചാർ ഇടുന്നുള്ളൂ. ഒരെണ്ണം വേറൊരു കറി വെക്കാനും ഒരെണ്ണം ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മാങ്ങ എടുത്തിട്ട് നല്ലപോലെ 2 മാങ്ങ എടുത്ത് നല്ലപോലെ കഴുകി അരിയട്ടെ കേട്ടോ. മാങ്ങ ഇങ്ങനെ ചെറിയ കുഞ്ഞു കഷ്ണാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കണേ, കുഞ്ഞു കഷ്ണാക്കിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു സവാളേനെ കേട്ടോ. അപ്പം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നൈസായിട്ട് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇനി ഉണ്ടല്ല ഈ സവാള നമുക്ക് ഇതിലോട്ട് ഇടാം. അല്ല, സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കല്ലുപ്പിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സുർക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം കൈ കൊണ്ട് നല്ല പോലെ തിരുമ്പി കൂട്ടുന്നത് നല്ലത് കേട്ടോ. പക്ഷേ എൻ്റെ കൈ മുളക് തട്ടുമ്പോഴത്തേനും ഭയങ്കര ചുട്ടുനീറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ടീസ്പൂൺ കൊണ്ടാക്കുന്നത് കേട്ടോ. കൈ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ യൂസാക്കാം. തീയൊന്നും കത്തിക്കേണ്ട. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്. മാങ്ങ കുട്ടികൾ കഴിക്കില്ലേ, ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പം അതുപോലെ ഇത് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ആയാലും കഴിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ് ഇത്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. വെറുതെ ഇങ്ങനെ കോരി തിന്നാം കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ തന്നെ വെള്ളം വരും. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും നല്ല കൈ കൊണ്ട് ഇതാക്കണം. അപ്പോഴാണ് അതിൻ്റെ അത് കിട്ടുക. കൈ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഇതിങ്ങനെ കോരി കഴിക്കാം, ഉപ്പും മുളകും ഇതൊക്കെ ആയിട്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക്. ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം.